ഗുഡ് ഈവനിങ് ബി ടി കാഷ് ഫാമിലീസ്. ഇന്നത്തെ ട്രെയിനിങ് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് മെറ്റാബിറ്റി നമുക്ക് കോയിൻ സ്റ്റോറിലേക്ക് കൊണ്ടുപോവുക, അവിടെ മെറ്റാബിറ്റി എങ്ങനെ ട്രേഡ് ചെയ്യുക, നമുക്ക് USDTയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ നമ്മുടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. അപ്പം ഇതുവരെ കുറേശ്ശെയായിട്ട് നമ്മൾ വിഡ്രോ ചെയ്തത് ഏകദേശം 5940 മെറ്റാബിറ്റി എൻ്റെ ഈ വാലറ്റിൽ ബാലൻസ് കിടപ്പുണ്ട്. നമ്മളതാണ് ഇന്ന് കോയിൻ സ്റ്റോറിലേക്ക് കൊണ്ടുപോയി നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ബി ടി ക്യാഷ് എന്ന് പറഞ്ഞ ആ കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. സെൻഡ്, റിസീവ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. സെൻഡ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കോൺട്രാക്റ്റ് നമുക്ക് റിസീവ് അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്യേണ്ടിയുണ്ട്. അത് നമ്മൾ എടുക്കുന്നത് കോയിൻ സ്റ്റോറിൽ നിന്നാണ്. കണ്ടോ, ഇവിടെ റിസീവ്, സെൻഡ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാം. അതിൽ സെൻഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോയിൻ സ്റ്റോറിലെ റിസീവ് അഡ്രസ്സ് നമുക്ക് ആവശ്യമാണ് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കോയിൻ സ്റ്റോറിൽ പോയി അവിടുത്തെ നമ്മുടെ മെറ്റാബിറ്റിയുടെ റിസീവ് അഡ്രസ്സ് കോപ്പി ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ കോയിൻ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. കോയിൻ സ്റ്റോറിൽ എക്സ്ചേഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 2-3 പോപ്പപ്പ് വിൻഡോസ് കാണിക്കും. അത് അവിടെ താഴത്ത് ക്ലോസിൽ നമ്മൾ ക്ലോസ് ചെയ്യുക. എന്നിട്ട് അസറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ, ഏറ്റവും താഴത്തെ 5-ാമത്തെ ബട്ടൺ അസറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ സ്പോട്ട് എന്ന് പറഞ്ഞ വാലറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് ബാലൻസ് 539 മെറ്റാബിറ്റി ഉള്ളതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതല്ലെങ്കിൽ ആ സെർച്ച് ബാറിൻ്റെ അവിടെ മെറ്റാബിറ്റി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുന്ന സമയത്ത് മെറ്റാബിറ്റി അവിടെ വരും. ഓക്കെ, ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ആ സെർച്ച് ബാറിൻ്റെ അവിടെ മെറ്റാബിറ്റി എന്ന് നമ്മൾ സ്പെല്ല് ചെയ്ത് METABT എന്ന് നമ്മൾ സ്പെല്ലിങ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും മെറ്റാബിറ്റി അവിടെ കാണിക്കുന്നതായിരിക്കും. 0 ആയിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ബാലൻസ് ഉള്ളത് കൊണ്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ ആ മെറ്റാബിറ്റിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴത്ത് സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞുണ്ടാവും. അതിന് തൊട്ട് താഴത്ത് വിഡ്രോവൽ, ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ 2 ബട്ടൺ ഉണ്ടാവും. അത് ഡിപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. BEP20 എന്ന് പറഞ്ഞ ഡിപ്പോസിറ്റ് നെറ്റ്വർക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ QR കോഡും ഡിപ്പോസിറ്റ് അഡ്രസ്സും കാണാം. ആ ഡിപ്പോസിറ്റ് അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ മെറ്റാമാസ്കിൽ വന്നിട്ട് ആ സെൻഡ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ട അഡ്രസ്സാണ് നമ്മളിപ്പം കോപ്പി ചെയ്തത്. അതവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യാം. നമുക്ക് മെറ്റാമാസ്ക് ആദ്യം ഒന്ന് ഓപ്പൺ ആക്കാം. നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് മെറ്റാമാസ്ക് പതുക്കെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. ബി ടി ക്യാഷ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ താഴത്ത് സെൻഡ്, റിസീവ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ടാവും. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വന്നു അവിടെ നമ്മൾ സെൻഡ് ഒന്ന് കിടന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും 2 എന്ന സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ കോപ്പി ചെയ്തുകൊണ്ട് വന്ന് അത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് റീചെക്ക് ചെയ്യാം നമ്മുടെ അഡ്രസ്സ് ശരിയാണോ എന്ന്. സ്റ്റാർട്ടിംഗ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. കണ്ടോ, ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ എത്ര മെറ്റാബിറ്റി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ചോദിക്കും. യൂസ് മാക്സിമം എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഓട്ടോമാറ്റിക്കലി 5940 എന്ന് പറഞ്ഞ മെറ്റാബിറ്റി അവിടെ കാണിക്കും. നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് ഗ്യാസ് ഫീസും എസ്റ്റിമേറ്റ് ഗ്യാസ് ഫീസും നമുക്ക് ടോട്ടൽ എത്രയാകും, എത്ര നമ്മൾ അയക്കുന്നു, അതിന് എത്ര BNB നമുക്ക് ആവശ്യമുണ്ട്, അതെല്ലാം ഇവിടെ നമുക്ക് കാണിക്കും. ഓക്കെ, സെൻഡ് ഓപ്ഷൻ കൊടുക്കുക. ട്രാൻസാക്ഷൻ സബ്മിറ്റഡ്, വെയിറ്റിംഗ് ഫോർ കൺഫർമേഷൻ. ഓക്കെ, കൺഫേം ആയിട്ടുണ്ട്. 5940 മെറ്റാബിറ്റി നമ്മുടെ കോയിൻ സ്റ്റോർ എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ്, കൺഫർമേഷൻ ഓക്കെയാണ്. ഒരു 2-3 മിനിറ്റ് ഉള്ളിൽ നമുക്ക് അവിടെ മെറ്റാബിറ്റി നമ്മുടെ കോയിൻ സ്റ്റോറിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് കോയിൻ സ്റ്റോറിൽ എത്തിയോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോയിൻ സ്റ്റോറിൽ ഇപ്പോൾ എനിക്ക് ബാലൻസ് 539.82 ടോക്കണേ ഉള്ളൂ.
എത്തിയിട്ടില്ല. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, 1-2 മിനിറ്റ്. ഹെവി ട്രാഫിക്കൊക്കെ ആണെങ്കിൽ ഒരു മാക്സിമം പോയി ഒരു 5 മിനിറ്റ്. നോർമൽ രീതിയിലൊക്കെ ആണെങ്കിൽ 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിവിടെ മെറ്റാബിറ്റി എത്തുന്നതിൻ്റെ മെറ്റാബിറ്റി എത്തിയിട്ടുണ്ട്. 6479 മെറ്റാബിറ്റി ഇപ്പം വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ട്രേഡിങ്ങിലേക്ക് പോകാം. ട്രേഡിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഹോമിൻ്റെ ഇപ്പുറത്ത് മാർക്കറ്റ് ഞെക്കുക. അവിടെ മെറ്റാബിറ്റി ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെറ്റാബിറ്റി കാണാം. മെറ്റാബിറ്റി ബാർ USDT എന്ന് പറഞ്ഞാൽ പെയറിംഗ് മാർക്കറ്റിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അസറ്റ് എടുത്തിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ അവിടെ സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാർക്കറ്റിലേക്ക് അടക്കാവുന്നതാണ്. അവിടെ ബയ്യിങ്ങും സെല്ലിങ്ങും എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷനുണ്ട്. അതിലേത് ഞെക്കിയാലും നമുക്ക് മാർക്കറ്റിലേക്ക് അടക്കാം. ഇവിടെ ചുമപ്പ് കൊടുത്തിരിക്കുന്നതാണ് സെല്ലിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നത്. ബയ്യിങ് വന്നിരിക്കുന്നത് പച്ച കിടക്കുന്ന നമ്പറാണ്. ഇപ്പോൾ ലാസ്റ്റ് സെല്ലിങ്ങിൽ ഇട്ടിരിക്കുന്നത് 0.00440801. അവിടെ 2200 ടോക്കൺസ് അവിടെ സെല്ലിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. വാങ്ങാൻ വന്നിരിക്കുന്നത് തൊട്ട് താഴത്ത് പച്ച കാണുന്നത് 0.0440 അവിടെ 62 ടോക്കണേ വാങ്ങാൻ വന്നിട്ടുള്ളൂ. ഞാൻ എന്തായാലും മാക്സിമത്തിൽ കൊടുക്കുകയാണ്. മാക്സിമത്തിലേക്ക് കൊടുക്കുകയാണ്. 6479 ടോക്കൺ ഞാൻ മാക്സിമത്തിൽ കൊടുത്തുന്നു. 44.800 എന്ന് പറഞ്ഞ ഇതിൽ ഞാൻ ഓർഡർ ഇടുകയാണ്. ആ സെല്ലൗട്ടിനുള്ള ഓർഡർ ഇടുകയാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊത്ത കൂട്ടി വിൽക്കാം. നമുക്ക് 45 ഇടാം, ഇല്ലെങ്കിൽ 44.800 0.04400805 ഇടാം. അത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എത്രത്തോളം. പക്ഷേ നമുക്ക് കോയിൻ താത്തി വില ഇപ്പം ഇതിൽ കാണുന്ന പച്ചയിൽ കാണുന്ന ആ എമൗണ്ടിൽ നമ്മൾ താത്തി കൊണ്ടുവന്നാൽ കോയിൻ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞ് പോത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം വില ചുമപ്പിൽ തന്നെ നമ്മൾ കോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മൾ കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം നമുക്ക് കിട്ടുന്ന റിവാർഡുകൾ, നമ്മുടെ കോയിനുകൾ നമുക്ക് വില കൂടുന്നത് നമുക്ക് നല്ലതാണ്. അതുകൊണ്ട് കൂട്ടി വിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓർഡർ സെല്ലൗട്ട് ഇടുന്നത് കൂട്ടി വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്നത് 440800. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. സെല്ലൗട്ട് ഇപ്പോൾ ഞാൻ സെല്ലൗട്ട് ചെയ്താൽ എനിക്ക് മാക്സിമം കിട്ടേണ്ടത് 28.507 എന്ന് പറഞ്ഞ ഒരു USDT ആണ് എനിക്ക് കിട്ടേണ്ടത്. ഞാൻ ഇപ്പോൾ ഇടുന്നു, ഓർഡർ ഇടുകയാണ് 4.004405996 എന്ന് പറഞ്ഞ ഇതിലേക്ക് ഞാൻ ഓർഡർ കോട്ട് ചെയ്യുന്നു. കൺഫേം കൊടുത്തു. ഓക്കെ, കൺഫേം കൊടുത്താൽ എന്താ സംഭവിച്ചത്? അവിടെ നമുക്ക് സെല്ലൗട്ട് ആയിട്ടുണ്ട്. ഏകദേശം പകുതി കോയിനോളം ഇപ്പം ഓടം തന്നെ പോയിട്ടുണ്ട്. 17 നമുക്ക് USDT ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട്. 20 ആയി. വളരെ പെട്ടെന്നായിരിക്കും അവിടെ സെല്ലൗട്ട് നടക്കുന്നത്. കാരണം അത്ര മാർക്കറ്റിൽ ട്രേഡിങ് അത് തീർന്നു. കണ്ടോ, ഫുൾ ഓർഡർ പ്ലേസ് ആയി. 28.49 എന്ന് പറഞ്ഞ ഒരു USDT നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓർഡർ ഹിസ്റ്ററി നമുക്ക് നോക്കാം, ട്രേഡ് ഹിസ്റ്ററി നോക്കാം, എല്ലാം നമുക്ക് എങ്ങനെയൊക്കെയാണ് അത് വിറ്റ് പോയത്. ട്രേഡ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 1783 മെറ്റാബിറ്റി $7 പോയി. ഉണ്ടോ, പ്രൈസ് ഇത്ര 440596 1783 ടോക്കൺ പോയത്. 440596 പിന്നെ വീണ്ടും ഒരു 6 ടോക്കൺ പോയിട്ടുണ്ട്. അങ്ങനെ പല രീതിക്കാണ് അവിടെ ട്രേഡ് നടന്നിരിക്കുന്നത്. ട്രേഡ് ഹിസ്റ്ററി നമുക്ക് നോക്കിയാൽ വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാകും. ട്രേഡ് ഓർഡർ നോക്കിയാലും മനസ്സിലാകും. ഇങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമുക്ക് ബൈ എടുക്കേണ്ടതും. സെല്ല് ഇപ്പം നമ്മൾ സെല്ലാണ് കാണിച്ചത്. ബൈ എടുക്കേണ്ടത് 28.49 നമുക്ക് USDT ഉണ്ട്. ഇതിൽ നമുക്ക് ബൈ എടുക്കുന്നത് ഇപ്പം ലാസ്റ്റ് വിൽക്കാൻ വന്ന് കിടക്കുന്നത് 0.040810 2200 ടോക്കൺ വീണ്ടും അവിടെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് എടുക്കാം. ഈ ഇപ്പോൾ കാണുന്ന പൈസയ്ക്ക് നമുക്ക് അവിടുന്ന് അവരുടെ കയ്യിൽ നിന്നും ബൈ എടുക്കാവുന്നതാണ്. ഇതേ രീതിയാണ് ട്രേഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇതാണ് ട്രേഡിങ്. സാധാരണക്കാർക്ക് ട്രേഡിങ് എന്ന് കേൾക്കുമ്പോൾ ഭയമാണ്. എന്താണ് ട്രേഡിങ്? സത്യത്തിൽ ഇതാണ് ട്രേഡിങ്. നമ്മൾ ഇതിനെക്കുറിച്ച് വീണ്ടും കൂടുതൽ വീഡിയോസ് ഇനി വരാൻ കിടക്കുന്നു. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെല്ലൗട്ട് ചെയ്യുന്നത് മാത്രം കാണിച്ചുള്ളൂ. ഇനി സെല്ലൗട്ട് ചെയ്യുന്നതും നമുക്ക് ബൈ എടുക്കുന്നതും എങ്ങനെയാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതും ഇതൊക്കെ വീഡിയോ